നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വേനലാകുമ്പോഴേക്കും വറ്റിപ്പോകുന്ന പാൽക്കുടങ്ങളാണ് കേരളത്തിൻ്റേത്. എന്നാൽ ആ പാൽക്കുടങ്ങൾ ഒരിക്കലും വറ്റാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടം നല്ല കർഷകരുണ്ട്. അത്തരത്തിൽ ഒരു കർഷകനെ തേടിയാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. തിരുവനന്തപുരത്തെ നേമം ബ്ലോക്കിൽ കല്ലിയൂർ പഞ്ചായത്തിൽ വിജയ ഡയറി ഫാമിൽ വിജയകുമാർ. സുദീർഘമായ ഒരു കാലം കേരള പോലീസിൽ ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ച വിജയകുമാർ ഇന്ന് ക്ഷീരസവരിയിലാണ്. വിജയകുമാറിൻ്റെ കല്ലിയൂരിലെ വിജയ ഫാമിൽ നിന്നും കാണാം ഇത്തവണ ഹരിതം സുന്ദരം. പോലീസിൽ നിന്നൊരാൾ ക്ഷീരസബരിയിലേക്ക് വന്നു എന്ന് കേട്ടാൽ അധികമാരും വിശ്വസിക്കില്ല. ആത്മസംഘർഷങ്ങൾ നിറഞ്ഞ ക്രമസമാധാന പാലനത്തിൽ നിന്നും ശാന്തിയും സമാധാനവും നിറഞ്ഞ നന്ദിനിമാരുടെ ഇടയിലേക്ക് ഇതാ ഒരാൾ ഇറങ്ങി വരുന്നു. കല്ലിയൂർ വിജയ തുളസിയിൽ KN വിജയകുമാർ സുദീർഘമായ ഒരു കാലം കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായിരുന്നു. അന്നേ തുടങ്ങിയതാണ് കൃഷിമോഹം. കിട്ടാവുന്ന ഇടമെല്ലാം കൃഷിഭൂമികളാക്കി മാറ്റിക്കഴിഞ്ഞു അന്നേ വിജയകുമാർ. പരമ്പരാഗതമായി കൈവന്നതാണ് കൃഷിസബരി. വാഴയും ചീരത്തോട്ടവുമൊക്കെ നനച്ച് ഒടുവിൽ അതിന് വളം ആവശ്യമുണ്ട് എന്ന് വന്നപ്പോൾ പൈക്കളിലേക്ക് തിരിഞ്ഞു. ഒടുവിൽ അതെല്ലാം നിർത്തി പൈക്കളുടെ തോഴനായി മാറി. ഒന്നും രണ്ടുമല്ല, 3 ഡസനോളം വരും അവരുടെ നിര. എല്ലാം ഒന്നിനൊന്ന് മികച്ച പൈക്കൾ. പൈക്കളുടെ ശേഖരം തുടങ്ങിയപ്പോൾ തന്നെ ക്ഷീരവികസന വകുപ്പ് കൂട്ടിനെത്തി. മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം 20 പൈക്കളുടെ യൂണിറ്റാണ് നേമം ബ്ലോക്കിനായി അനുവദിച്ചത്. അതാകട്ടെ വിജയകുമാറിന്റെ വിജയ ഡയറിയായി മാറുകയും ചെയ്തു. പൈക്കൾക്കായി അതിവിശാലമായ സൗകര്യങ്ങളാണ് വിജയകുമാർ ഒരുക്കിയത്. കാറ്റും വെളിച്ചവും കടക്കുന്ന ഇടമായിരിക്കണം പൈക്കളുടെ ദ്വാരക എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തണലിടങ്ങളിലാണ് തൊഴുത്തുകൾ ഒരുക്കിയത്. പൈക്കൾക്ക് നിൽക്കുവാനായി ഉറച്ച കോൺക്രീറ്റ് തറ, വെള്ളം കുടിക്കുവാനായി സ്വയം നിയന്ത്രിത പാനപാത്രങ്ങൾ, വെയിലിന്റെ വീറിനെ തടയുവാൻ ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകൾ, പരസ്പരം മേനി ഉരുമാതെ നിൽക്കുവാൻ സെപ്പറേറ്ററുകൾ എന്നീ സൗകര്യങ്ങളെല്ലാം ഒരുക്കി. കുളമ്പ് തേയാതെ നിൽക്കുവാനായി റബ്ബർ മെത്തകൾ വേണം. അതൊക്കെയും ക്ഷീരവികസന വകുപ്പിൽ നിന്ന് തന്നെ വിജയകുമാർ സംഘടിപ്പിച്ചു. തീറ്റത്തൊട്ടികൾ വിശാലമായിരിക്കണം. അവിടേക്കാണ് തീറ്റകൾ ചെന്നു പതിക്കുക. മാത്രമല്ല അത് എപ്പോഴും വൃത്തിയുള്ളതും ആയിരിക്കണം. 1-ാം തരം കറവ പശുക്കൾക്കെല്ലാം പ്രതിദിനം 50 ലിറ്ററിൽ കുറയാത്ത ശുദ്ധജലം വേണം. അതെപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്തി. വായു അനായാസന കയറിയിറങ്ങുന്ന ഇടമായിരിക്കണം തൊഴുത്ത്. അങ്ങനെയെങ്കിൽ സാംക്രമിക രോഗങ്ങൾ വരില്ല. ഇനി ആകസ്മികമായി വരുന്ന രോഗങ്ങൾക്ക് പ്രതിരോധമെന്ന നിലയിൽ ഇൻഷുറൻസും ഓരോ പൈക്കൾക്കും വേണം. അതൊക്കെയും വിജയ ഡയറിയിൽ വിജയകുമാർ ചെയ്തു. പൈക്കളുടെ തെരഞ്ഞെടുപ്പിലുമുണ്ട് പ്രത്യേകതകൾ. പൈക്കൂട്ടം എപ്പോഴും ഒരു മിശ്രിതമായിരിക്കണം എന്ന നിർബന്ധമുണ്ട് വിജയകുമാറിന്. ഒന്നിൽ പിഴച്ചാൽ മറ്റൊന്ന് കിട്ടും എന്നതാണ് ഇതിലെ മേന്മ. 50% പൈക്കൾ ഹോൾസ്റ്റൈൻ ഫ്രീസിനെങ്കിൽ 25% ജേഴ്സിയും 25% സുനന്ദിനിയും എന്നതാണ് കണക്ക്. അയർലൻഡുകാരായ ഹോൾസ്റ്റൈൻ പൈക്കൾക്ക് സുദീർഘമായ കറവയുണ്ട്. പാൽക്കൊഴുപ്പ് അല്പം കുറഞ്ഞാലും പാലളവിൽ എന്നും മുന്നിൽ അവർ തന്നെ. ജേഴ്സി പൈക്കളാകട്ടെ നറുസുഗന്ധമുള്ള പാലിന്റെ ഉടമകളാണ്. പാൽക്കൊഴുപ്പ് എപ്പോഴും കൂടി നിൽക്കും. സുനന്ദിനി പൈക്കൾ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ചവരാണ്. സാമാന്യം നീണ്ട കറവയും സാമാന്യം ഗുണമുള്ള പാലും സുനന്ദിനിയിൽ നിന്ന് കിട്ടും. മികച്ച പൈക്കൾക്ക് മികച്ച തീറ്റ തന്നെ വേണം എന്ന നിർബന്ധമുണ്ട് വിജയകുമാറിന്. 3 തരത്തിലാണ് തീറ്റ: പെല്ലറ്റ് തീറ്റ, പരുത്തി പിണ്ണാക്ക്, സൈലേജ്. ഇതിന് പുറമെയാണ് തീറ്റപ്പുൽ. പാലളവിന് 400 ഗ്രാം എന്ന രീതിയിലാണ് പെല്ലറ്റ് തീറ്റ. അതിന് പുറമെയാണ് പരുത്തി പിണ്ണാക്ക്. ഓരോ പൈക്കൾക്കും 5 കിലോ സൈലേജ് നിർബന്ധമാണ്. ചാക്കുകെട്ടുകളിൽ സൈലേജ് ശേഖരിക്കുവാനായി പ്രത്യേക ഇടം തന്നെ ഒരുക്കിയിട്ടുണ്ട്. തീറ്റയെല്ലാം തീർന്ന് കറവയും കഴിഞ്ഞാൽ വൈകുന്നേരം പ്രത്യേക തീറ്റയുണ്ട്. വൈക്കോലാണ് അതിൽ പ്രധാനം.
പ്രതിദിനം 30 മുതൽ 35 ലിറ്റർ വരെ പാൽ തരുന്ന സുനന്ദിനികൾ വിജയകുമാറിന്റെ തൊഴുത്തിലുണ്ട്. 20-ൽ താഴെയുള്ള പൈക്കളെ എടുക്കാറേയില്ല. കൃഷ്ണഗിരി, സേലം, ഒട്ടൻചിത്തിരം എന്നീ ഇടങ്ങളാണ് പൈക്കൾക്കായി വിജയകുമാർ ആശ്രയിക്കുക. മികച്ച പയ്യനെ കണ്ടാൽ തന്നെ തിരിച്ചറിയാം. തുടുത്ത പാൽഞ്ഞരമ്പുകളും ഉറച്ച കുളമ്പുകളുമൊക്കെ ചേർന്നതാണ് മികച്ച കറവ പൈക്കൾ. ഒന്നും രണ്ടുമല്ല, ഒരാഴ്ച ക്യാമ്പ് ചെയ്താണ് പൈക്കളെ നോക്കിയെടുക്കുക. അതും കൃത്യമായ കറവ കണ്ട്. കാലാവസ്ഥയും തീറ്റക്രമവും ഒക്കെ മനസ്സിലാക്കിയിരുന്നാൽ അത് തുടർച്ചയായി 2-3 ആഴ്ച ഇവിടെ അവലംബിക്കാം. അങ്ങനെയെങ്കിൽ പിന്നീട് വലിയ രോഗങ്ങൾ ഉണ്ടാകില്ല. അന്യസംസ്ഥാനത്തു നിന്നും കൊണ്ടുവരുന്ന പൈക്കളിൽ രക്തപരാതങ്ങളാണ് പ്രധാന പ്രശ്നം. അതിനായി സ്ട്രിപ്പ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള അപ്പപ്പോൾ ചെയ്യാവുന്ന ടെസ്റ്റുകൾ നടത്തി രക്തപരാതങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തും. തുടർന്ന് 4-5 ദിനം കൊണ്ടാണ് പൈക്കളെ കേരളത്തിലെത്തിക്കുക. വന്നാൽ തന്നെ അവയ്ക്ക് മികച്ച ക്വാറന്റൈൻ ഏർപ്പെടുത്തും. പുതുതായി വരുന്ന അതിഥികളെ അപ്പോൾ തന്നെ തൊഴുത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഒരാഴ്ച പ്രത്യേകം പാർപ്പിച്ച് രോഗങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ തൊഴുത്തിലേക്ക് കയറ്റൂ. കറവ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പരിശീലനം സിദ്ധിച്ച തൊഴിലാളികളെ അതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക കാലത്ത് എല്ലാം ആധുനിക സംവിധാനങ്ങൾ തന്നെ വേണം. കറവയന്ത്രത്തിലാണ് കറവ. പൂർണ്ണ കറവയും ശുദ്ധ കറവയും സാധ്യമാക്കുന്നത് കറവയന്ത്രം മാത്രം. വാക്വത്തിന്റെ സഹായത്തോടെയാണ് കറവയന്ത്രം പ്രവർത്തിപ്പിക്കുക. ക്ലസ്റ്ററുകളും പൾസേറ്ററുകളും കറവയന്ത്രത്തിലുണ്ട്. മിനിറ്റിൽ 52 പ്രാവശ്യം മിടിക്കുന്ന പൾസേറ്ററുകളുടെ സഹായത്താലാണ് കറവ സാധ്യമാക്കുക. ഗ്ലാസ് ട്യൂബിലൂടെ പാൽ തീർന്നു എന്നറിയുവാൻ സംവിധാനമുണ്ട്. 10 ലിറ്ററോളം പാലുള്ള പൈക്കളെ കറക്കുവാൻ കേവലം 5 മിനിറ്റ് മതി എന്നതാണ് കറവയന്ത്രത്തിന്റെ മേന്മ. തൊഴിലാളികളില്ലെങ്കിലും അതൊക്കെ പ്രവർത്തിപ്പിക്കുവാൻ വിജയകുമാറിന് അറിയാം. കൃത്യമായ നിർദ്ദേശം നൽകി കറവയിൽ രാവിലെയും വൈകുന്നേരവും വിജയകുമാർ കൂടെ നിൽക്കും. പാലളവിലും കൃത്യതയുണ്ട്. ഓരോരുത്തരുടെയും പാൽ ഓരോ ദിവസവും രേഖപ്പെടുത്തും. ഏതെങ്കിലും കാരണവശാൽ പാൽ കുറയുകയോ കൂടുകയോ ചെയ്താൽ അത് മനസ്സിലാക്കാനാണത്. രോഗങ്ങളുള്ളവയെ അപ്പപ്പോൾ തന്നെ കണ്ടുപിടിക്കും. മണിക്കൂറുകൾ താമസിക്കാതെ ചികിത്സ നൽകുന്നതാണ് വിജയ ഡയറി ഫാമിന്റെ നേര്. അതുകൊണ്ട് തന്നെ രോഗം മൂലമുള്ള നഷ്ടം വിജയകുമാറിന്റെ ഡയറിയിലില്ല. പൈക്കളുടെ എണ്ണവും കൂടി കറവയും കൂടിയപ്പോൾ വിജയകുമാർ നാട്ടിൽ ഒരു നേതൃസ്ഥാനം ഏറ്റെടുത്തു. കല്ലിയൂർ ക്ഷീരസംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായി. തുടർച്ചയായി 10ാം വർഷം എത്തുന്നു ഇപ്പോൾ ആ സബര്യ. പ്രതിദിനം 520 ലിറ്ററോളം പാലാണ് വിജയ ഡയറിയിൽ നിന്നും ക്ഷീരസംഘത്തിലെത്തുന്നത്. ഒരു തുള്ളി പോലും പുറത്ത് വിൽക്കില്ല. ക്ഷീരസംഘം പ്രസിഡന്റ് എന്നാൽ അത്തരം മാതൃകകളാണ് സൃഷ്ടിക്കേണ്ടത് എന്ന് വിജയകുമാർ പറയും. പൈക്കളുടെ സംഖ്യ കൂടുന്നതോടെ ഫാം ലാഭത്തിലാക്കാനുള്ള സാങ്കേതിക വിദ്യയുമുണ്ട്. ഹരിതസുന്ദരത്തോട് വിജയകുമാർ പ്രതികരിച്ചു. നേമം ബ്ലോക്കിൽ കല്ലിയൂർ പഞ്ചായത്തിലെ വിജയ ഡയറി ഫാമിൻ്റെ നായകൻ ശ്രീ വിജയകുമാർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം വിജയകുമാർ. നമസ്കാരം. ഒരു സുദീർഘമായൊരു കാലം പോലീസിൽ, അതായത് നിരവധി ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ഒരാൾ ഇപ്പോൾ ക്രമസമാധാന പ്രശ്നമേ ഇല്ലാത്തൊരു ഫാം നടത്തുന്നു. എന്തു തോന്നുന്നു? ഇത് വളരെ സന്തോഷമായിട്ടാണ് തോന്നുന്നത്. സംഘർഷങ്ങളില്ല? ഇല്ല. ഈ വിജയ ഡയറി ഫാം എത്രത്തോളം വിജയിക്കുന്നുണ്ട് സ്വന്തമായിട്ടെന്ന് നോക്കുമ്പോൾ? ഇപ്പോൾ ലാഭകരമായിട്ടാണ് പോകുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉൾക്കൊള്ളിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പം നിലവിലില്ല. അല്ല, പൊതുവെ ഈ പശു ഫാമൊക്കെ നടത്തുന്ന ആളുകൾ നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിക്കാറുണ്ട്. ഒന്ന് തൊഴിലാളികളുടെ പ്രശ്നമാണ്. 2 പാലിൻ്റെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. 3 തീറ്റയുടെ വില കൂടുന്നതാണ്. 4 കൃത്യമായ സാങ്കേതിക സംവിധാനങ്ങളോ സൗകര്യങ്ങളോ സബ്സിഡികളോ കിട്ടാത്തതാണ്. അപ്പോൾ ഇത് 4ഉം ഒരുപക്ഷെ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുള്ള ഒരാളല്ല. എങ്കിലും എങ്ങനെ വിജയിക്കുന്നു? അല്ല, ശാസ്ത്രീയമായി എന്ന് പറയുമ്പോൾ ഒരു പശുവിന് പാലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. 1 ലിറ്റർ പാലിന് 400 ഗ്രാം തീറ്റ എന്നുള്ള ഒരു കണക്ക് വെച്ച് കാലിത്തീറ്റ ഞാൻ കൊടുക്കുന്നു. അനാവശ്യമായി നമുക്ക് ചാണകത്തിലേക്ക് പോകാത്ത രീതിയിൽ പശുവിന് ആവശ്യമായ തീറ്റ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. സൈലേജ് കൊടുക്കാറുണ്ട്, പരുത്തി പിണ്ണാക്ക് കൊടുക്കാറുണ്ട്, കച്ചി, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും നോക്കും. പിന്നെ എല്ലാ കൃത്യമായി കണക്ക് നോക്കിയാണ് ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. 30-ാം തീയതി എന്നുണ്ടെങ്കിൽ ഒരു ലാഭമോ നഷ്ടമോ ഒന്ന് കണക്കാക്കും. നഷ്ടമാണെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ഉടൻ തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാകും. വളം അപ്പപ്പോൾ തന്നെ നീക്കുന്നതിന് പ്രത്യേക സംവിധാനമുണ്ട്. 6 പൈപ്പുകളിലൂടെ വളം നേരെ വളക്കുഴിയിലെത്തും. അവിടെ പ്രത്യേക സീവുകൾ വഴി അരിച്ച് വെള്ളവും മൂത്രവുമൊക്കെ പുറത്തെത്തിക്കും. അത് പ്രത്യേക ടാങ്കുകളിൽ ശേഖരിച്ച് പൈപ്പുകൾ വഴി പുൽത്തോട്ടത്തിലെത്തും. ചാണകം വളക്കുഴിയിൽ നിന്ന് കോരി ഉണക്കാനിടാൻ പ്രത്യേക ഇടമുണ്ട്. അവിടെ തണലിൽ ഉണങ്ങിയ ചാണകം ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച് വിൽക്കുന്നതും രീതിയാണ്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ വലിയ സഹായങ്ങൾ ഡയറി ഫാമിനുണ്ട്. മൃഗചികിത്സയും ഇൻഷുറൻസും സാംക്രമിക രോഗ പ്രതിരോധവുമൊക്കെ നോക്കുന്നത് കല്ലിയൂർ മൃഗാശുപത്രിയിലെ വെറ്ററിനറി സർജനാണ്.
ഡോക്ടർ രേഷ്മ പ്രതികരിച്ചു. നേമം ബ്ലോക്കിന് കീഴിലുള്ള കല്ലിയൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന വിജയ ഡയറി ഫാമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും കുളമ്പ് രോഗം, ചർമ്മമുഴ രോഗം എന്നിങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും നൽകി വരുന്നു. ഇതുകൂടാതെ തന്നെ ഫാമിലുള്ള ഏകദേശം ഒരു 4 മുതൽ 6 മാസം പ്രായമുള്ള എല്ലാ കന്നുകുട്ടികൾക്കും 50% സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ ആദ്യത്തെ പ്രസവം വരെയോ അല്ലെങ്കിൽ 32 മാസം വരെയോ പ്രായമാകുന്നത് വരെ നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയുള്ള ഇൻഷുറൻസ് സ്കീമുകളും നൽകുന്നുണ്ട്. സാംക്രമിക രോഗത്തിനുള്ള കുത്തിവയ്പ്പ് കുളമ്പ് രോഗത്തിനുള്ളത് 4 മാസം മുതൽ കൂടുതൽ പ്രായമുള്ള കന്നുകുട്ടികൾക്കും എല്ലാ പശുക്കൾക്കും എരുമകൾക്കും നൽകുന്നുണ്ട്. അവസാന 3 മാസ ഗർഭാവസ്ഥയിലുള്ളതിനെ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. പശു വളർത്തലിലെ ബോണസാണ് പൈക്കിടാങ്ങൾ. അവരെ വളർത്തി കിടാരികളാക്കുകയാണ് പ്രധാന തന്ത്രം. പുറത്തുനിന്നും എത്തിക്കുന്ന പൈക്കളേക്കാൾ കൂടുതൽ സ്വന്തം നാട്ടിൽ പ്രസവിച്ചുണ്ടായ കിടാരികൾക്കാണ് മേന്മ. അവയുടെ ജാതകം നമുക്ക് കൈവെള്ള പോലെ ഹൃദ്യസ്ഥമാണ്. അതുകൊണ്ട് തന്നെ അവർക്കായി പ്രത്യേക ഒരു സംവിധാനം തന്നെ വിജയകുമാർ ഒരുക്കി. അതിവിശാലമായ കൂടാരമാണ് കിടാരികൾക്കും കിടാങ്ങൾക്കുമായി ഒരുക്കിയത്. ജേഴ്സിയും ഹോൾസ്റ്റൈൻ ഫ്രീസിയനും സുനന്ദിനിയും ഉൾപ്പെടെയുള്ള പൈക്കൾ പ്രസവിക്കുന്നതോടെ പാലുകുടി മാറുന്ന കുട്ടികളെ അങ്ങോട്ടേക്ക് മാറ്റും. 3-ാം മാസം മുതൽ പ്രത്യേക ഇടത്ത് തന്നെയാണ് അവരുടെ വാസം. ശരീരഭാരത്തിന്റെ 10-1 പാൽ ആദ്യം നൽകും. 3-ാം മാസം മുതൽ കാഫ് സ്റ്റാർട്ടർ ഉൾപ്പെടെയുള്ള മിശ്രിതമാണ് തീറ്റ. പൈക്കിടാങ്ങൾക്കും കിടാരികൾക്കും പാർക്കുവാനായി പ്രത്യേക ഇടമുണ്ടെങ്കിലും അവിടെ സ്വർഗീയ സൗകര്യങ്ങളാണ് വിജയകുമാർ ഒരുക്കിയത്. എപ്പോഴും ചലിക്കുന്ന പങ്കകൾ, എപ്പോഴും പ്രകാശിക്കുന്ന വിളക്കുകൾ, തീറ്റ തിന്നാൻ തീറ്റത്തൊട്ടികൾ, ഉറച്ചു നിൽക്കാൻ കോൺക്രീറ്റ് തറകൾ, ഇവയെല്ലാം സജ്ജമാക്കി. പൈക്കളോടൊത്തുചേരാൻ മുറ എരുമകളെയും ഒപ്പം കൂട്ടി. ഹരിയാനക്കാരാണ് മുറ എരുമകൾ. പാൽക്കൊഴുപ്പിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന മുറ എരുമകളുടെ പാലും പശുവിൻ പാലിൽ ചേർക്കാറുണ്ട്. രോഗങ്ങൾ തീരെയില്ല എന്നതാണ് എരുമകളുടെ മേന്മ. എണ്ണക്കറപ്പിന്റെ 7 അഴകുള്ള മുറ തൊഴുത്തിനാകെ ഒരഴകാണ്. ക്ഷീരമേഖലയുടെ അനുബന്ധ മേഖലയായ പുൽകൃഷിയും കൂടി ചെയ്യാൻ വിജയകുമാർ മുന്നിട്ടിറങ്ങി. 1.5 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ പുൽകൃഷിയുണ്ട്. എല്ലാം CO3 പുല്ലിനം. ഓരോ 45-ാം പക്കവും കൊയ്തെടുക്കാം. തൊഴുത്തിലെ സ്ലറി തന്നെയാണ് അവിടെയും വളമായി എത്തുക. അത് പ്രത്യേകമായി പുൽത്തോട്ടത്തിൽ ശേഖരിച്ച് കോരി തന്നെയാണ് രീതി. വർഷം മുഴുവൻ സമൃദ്ധമായ പച്ചപ്പുല്ല് കിട്ടുന്നതോടെ ക്ഷീരസപര്യ വലിയ ലാഭത്തിലാണ്. തീറ്റയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന പ്രതിസന്ധി. അങ്ങനെ നാളിതുവരെയുള്ള അനുഭവത്തിൽ എപ്പോഴെങ്കിലും നഷ്ടം തോന്നിയിട്ടുള്ള മുഹൂർത്തം ഉണ്ടായിരുന്നു? നഷ്ടം ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനം മൂലം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പശുക്കൾക്ക് ഇവിടെ കാലാവസ്ഥ പിടിക്കാതെ ചില സമയത്തൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതെല്ലാം കവർ ചെയ്താണ് പോകുന്നത്. പിന്നെ അമിതമായ തീറ്റ വിലയ്ക്ക് ഒപ്പം നമുക്ക് പാൽവില കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരു പശു വളർത്തുന്നവർ എപ്പോഴും നഷ്ടത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഒന്നിലധികം പശു വളർത്തുന്നവർ കാര്യമായും പഠിച്ച് വളർത്തുന്ന ഒരാളിന് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ സംബന്ധിച്ചിടത്തോളം പോലീസിൽ ഇരുന്നപ്പോൾ തന്നെ ഈ ഫാമൊക്കെ തുടങ്ങി ഉണ്ടായിരുന്നു. ഞാൻ 20 വർഷത്തിലധികം പോലീസിലുള്ളപ്പോൾ ഈ ഫാം കൊണ്ടുപോകുകയായിരുന്നു. പോലീസിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നപ്പോൾ തന്നെ ഫാം നടത്തിയിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഈ സംഘർഷങ്ങളൊക്കെ, പ്രത്യേകിച്ചും പോലീസിലൊന്നും വലിയ ആത്മസംഘർഷങ്ങളാണല്ലോ. ആ സമയത്ത് എങ്ങനെയാണ് ഈ ഫാമുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞത്? ഈ നൈറ്റ് ഡ്യൂട്ടി മാത്രമേ ഞാൻ എടുക്കൂ. പകൽ മുഴുവൻ എൻ്റെ ഈ ജോലികളെല്ലാം മുമ്പോട്ട് പോകത്തക്ക രീതിയിൽ ചില ഉദ്യോഗസ്ഥർ അതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ചില ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സർവീസിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഫാം നടത്താനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ചതി എന്താ? ചതി ഡിപ്പാർട്ട്മെൻറ്റ് സാങ്ഷൻ വാങ്ങിയിട്ട് വേണം നമ്മൾ ഉദ്യോഗസ്ഥൻ എന്നുള്ളവർ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ. ഇല്ലെങ്കിൽ ഓരോ ഉദ്യോഗസ്ഥരും ഓരോ കാഴ്ചപ്പാടി നമ്മളെ കാണും. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഫാം തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില മുന്നൊരുക്ക കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, അഡ്വാൻസായ പുൽകൃഷി വളരെയേറെ അത്യന്താപേക്ഷിതമാണ്. 2, നല്ല കാറ്റും വെളിച്ചവും കയറത്തക്ക രീതിയിലുള്ള തൊഴുത്ത്, കറവ മെഷീൻ, ഫാന്, മാറ്റ്, ഇതെല്ലാം വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. പശുവിന് അതെല്ലാം നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ആ സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് മാത്രമേ നമ്മൾ പശു വളർത്തലിലേക്ക് തയ്യാറാകൂ. നല്ലൊരു പശുവിനെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. കാഴ്ചയിൽ തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ എവിടെ നിന്നാണ് പശുവിനെ വാങ്ങുന്നത്? ഞാനിപ്പോൾ കൃഷ്ണഗിരിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പശു വാങ്ങിക്കൊണ്ടത്. കൃഷ്ണഗിരി പശുവിനെ വാങ്ങാൻ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കൊള്ളാം എന്ന് തോന്നുന്നു. അല്ല, കൃഷ്ണഗിരി നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും കൃഷ്ണഗിരി കാലാവസ്ഥയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഒന്ന്. രണ്ടാമത്, പശുക്കൾ നല്ല പശുക്കളാണ് അവിടെ ഉള്ളത്. അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. നല്ല കറുത്ത കുളമ്പും ചെറിയ കൊമ്പും വലിയ മുട്ടുവളമൊന്നും ഇല്ലാത്ത ഷെയ്പ്പൊത്ത പശുക്കളെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. പരുത്തിപ്പിണ്ണാക്ക്, സൈലേജ്, ഈ 3 തരം തീറ്റയുണ്ട്. ഇതിൻ്റെ ഒരു ക്രമം എങ്ങനെയാണ്? ഈ പെല്ലറ്റ് തീറ്റ എന്ന് പറയുന്നത്
1 ലിറ്റർ പാലിന് 400 ഗ്രാം തീറ്റ കൊടുക്കണം. സൈലേജ് ആണെങ്കിൽ ഒരു 5 കിലോ വരെ കഴിക്കുന്നുണ്ട്. അതിന് പകരം വൈക്കോലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു 2 കിലോ. മികച്ച കിടാങ്ങളും കിടാരികളും മികച്ച പൈക്കളുമായി കല്ലിയൂരിൽ വിജയകുമാർ നടത്തുന്ന ക്ഷീരസപര്യ ഇന്ന് നാടാകെ പ്രസിദ്ധമാണ്. മികച്ച കർഷകൻ എന്നതിനപ്പുറത്തേക്ക് മികച്ച സഹകാരികളെ കൂട്ടിച്ചേർത്ത ഒരു സംഘത്തിൻ്റെ നേതാവ് കൂടിയാണ് ഇന്ന് വിജയകുമാർ. സഹകാരികൾ ഉൾപ്പെട്ട ക്ഷീരസംഘം നാടിൻ്റെ നട്ടെല്ലാണ്. അനേകായിരങ്ങൾക്ക് ജീവനും ജീവിതവും നൽകുന്ന പ്രസ്ഥാനം കൂടിയാണ്. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കുവാൻ എപ്പോഴും തയ്യാറാണ്. പോലീസിലെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അകന്നെങ്കിലും ഇന്നും ആ ചിട്ടവും വട്ടവും ഒന്നും മറന്നിട്ടില്ല. ധൈര്യവും ആത്മസമർപ്പണവും കഴിവും ചേർന്നതാണ് പോലീസ്. അത് ഇന്നും ഉപേക്ഷിച്ചിട്ടില്ല. അതോടൊപ്പം കർഷകനായി ഇരിക്കാൻ കഴിയുന്നതും ജീവിതത്തിലെ സൗഭാഗ്യമായേ വിജയകുമാർ കാണുന്നുള്ളൂ. വിദേശ പശുക്കൾ, അപ്പോൾ അതിനെ ഇപ്പോൾ ഈ ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പശുവുണ്ട്, അതോടൊപ്പം തന്നെ ജേഴ്സി കൂടുതൽ രക്തം ഉള്ള പശുക്കളുണ്ട്. ഇതേതാണ് നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് ഏറ്റവും മെച്ചപ്പെട്ടു? നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും മെച്ചപ്പെട്ടത് ജേഴ്സിയാണ്. പക്ഷേ പാല് അല്പം കുറയും, ഫാക്റ്റ് കൂടുതൽ കിട്ടും, വില കൂടുതൽ കിട്ടും. പക്ഷേ HF ആകുമ്പോൾ നമുക്ക് 30-35 ലിറ്റർ പാല് കിട്ടും. ജേഴ്സിക്ക് 20 ലിറ്റർ പാല് കൂടുതൽ കിട്ടാറില്ല. ഇപ്പം കല്ലിയൂരിലെ ഒരു കർഷകൻ എന്നതിനപ്പുറം ക്ഷീരകർഷകൻ എന്നപ്പുറത്തേക്ക് കല്ലിയൂർ ആപ്കോസിൻ്റെ ക്ഷീര സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അതെ. അപ്പോൾ ഒരു പ്രസിഡന്റ് ഇങ്ങനെ ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നത് ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാമോ? അവരുടെ പിന്തുണ ഉണ്ടോ? അവരുടെ എല്ലാവരുടെയും പിന്തുണയുണ്ട്. കർഷകരുടെ ഭാഗത്ത് എന്ത് ആനുകൂല്യം സർക്കാരിൽ നിന്നായിരുന്നാലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാലും വാങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ പുറകെ ഞാൻ നിൽക്കും. ഞാനൊരു കർഷകനായതുകൊണ്ടാണ് അങ്ങനെ ഒരു ടെൻഡൻസി എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഇപ്പം മിൽമയിലെ പാൽവിലയെക്കുറിച്ച് കർഷകർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. കൃത്യമായി കിട്ടുന്നുണ്ടോ? മിൽമയിലെ പാൽ വില കൃത്യമായി കിട്ടും, പക്ഷേ അവരുടെ റേറ്റിംഗ് അല്പം താഴ്ന്നാണ് നിൽക്കുന്നത്. ഈ പാൽ മുഴുവൻ സംഘത്തിൽ തന്നെയാണ് അളക്കുന്നത്? മുഴുവൻ പാലും ഇപ്പോൾ ഞാൻ സംഘത്തിലാണ് അളക്കുന്നത്. ഞാൻ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പുറത്ത് പ്രാദേശിക വിപണനം തൊട്ടടുത്ത് പോലും ഞാൻ കൊടുക്കാറില്ല. എല്ലാം സംഘത്തിലാണ്. ഒരു ദിവസം എത്ര ലിറ്റർ പാൽ കൊടുക്കും? എനിക്ക് 520-525 ലിറ്റർ പാൽ ദിവസം കിട്ടുന്നുണ്ട്. എത്ര ഒരു രാവിലെ ഒരു ഇത് ക്ഷീരസൗകര്യമായി ബന്ധപ്പെട്ട് രാവിലെ എത്ര മണിക്ക് തൊഴുത്തിലെത്തും? രാവിലെ 1 മണിക്ക്, രാത്രി 1 മണിക്ക്. 1 മണിക്ക് തുടങ്ങിയാൽ 4 മണിക്ക് ലോക്കൽ സെയിലിന് പാല് വേണം. അപ്പോൾ എൻ്റെ ഒരു സൊസൈറ്റിയും കൂടെ ആയതുകൊണ്ട് അവിടെ ആളുകൾ പാല് കൊടുക്കണ്ടേ. മറ്റാരും ഇത്രയും മലക്കെട്ട് ഈ സമയത്തിന് പാല് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഉറക്കമില്ല? ഉറക്കം കിട്ടുന്ന സമയം രാവിലെ ഒരു 5 മണിക്ക് പാല് കൊണ്ട് എത്തിച്ചാൽ പിന്നെ 8 മണി വരെ ഉറങ്ങും. അത്രയേ ഉള്ളൂ ഉറക്ക സമയം. പിന്നീട് ഉറങ്ങാൻ പറ്റത്തില്ല? ഇല്ല. പണ്ട് ഞാൻ 4 മണിക്കൂർ കൂടുതൽ ഉറങ്ങാറേ ഇല്ല. ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ വിജയ ഡയറി ഫാം വിജയിച്ച് ഈ ഇടം വരെ എത്തി. ഇനി എന്താണ് ആ ഒരു സ്വപ്നം? എനിക്ക് ഒരു 100 പശുവുള്ള ഒരു ഫാം തുടങ്ങണമെന്നുള്ളൊരു അതിയായ താല്പര്യമുണ്ട്. പക്ഷേ ജോലിക്കാരുടെ അഭാവം ഒരു ചെറിയ വിഷയമാണ്. പാൽ വില സ്റ്റഡി ആവുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ മാനസിക ബുദ്ധിമുട്ട് ഉണ്ട്. പിന്നെ സർക്കാർ സബ്സിഡി മറ്റ് വർഷങ്ങളെ ഉപയോഗിച്ച് ത്രിതല പഞ്ചായത്തിൻ്റെ സബ്സിഡി വളരെയേറെ കുറവാണ്. 2 മാസം മാത്രമേ ഈ സാമ്പത്തിക വർഷം കിട്ടിയിട്ടുള്ളൂ. അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സൗകര്യം കിട്ടിയാൽ 100 പശുക്കളുള്ള ഒരു മറ്റൊരു ഫാം ആരംഭിക്കും? അതെ, ആരംഭിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഒരു ദ്വാരക വിജയയിൽ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിലാപങ്ങളോ പരിഭവങ്ങളോ ഇല്ല. തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ അപൂർവം കർഷകർക്കേ കഴിയൂ. അത്തരത്തിൽ ഒരാളാണ് വിജയകുമാർ. നേരാം ഭാവുകങ്ങൾ.